നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെ ആക്സിയം 4 ദൗത്യം വിജയകരം. വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല അടക്കമുള്ള 4 ആക്സിയം ദൗത്യ സംഘാംഗങ്ങൾ ഗ്രേസ് ക്രൂ ഡ്രാഗൺ പേടകത്തിൽ നിന്ന് എല്ലാ പരിശോധനകളും നടപടിക്രമങ്ങളും വിജയകരമായി പൂർത്തിയാക്കി നിലയത്തിൽ പ്രവേശിച്ചതോടെയാണിത്. ഇന്നലെ വൈകിട്ട് ഇന്ത്യൻ സമയം 4 മണിക്ക് ശേഷമായിരുന്നു ഗ്രേസ് പേടകം ISSലെ ഹാർമണി മോഡ്യൂളിൽ ഡോക്ക് ചെയ്തത്. ഇനിയുള്ള 14 ദിവസം ആക്സിയം ദൗത്യാംഗങ്ങൾക്ക് ISSൽ ഗവേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും കാലമാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം, തൃശൂർ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, പത്തനംതിട്ട, വയനാട് ജില്ലകളിലെയും നിലമ്പൂർ, കുട്ടനാട്, ചേർത്തല, ഇരിട്ടി താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. 7 ജില്ലകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. പടിഞ്ഞാറ്, വടക്കു പടിഞ്ഞാറ് ദിശയിൽ വടക്കൻ ഒഡീഷ, ഗംഗാതട, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ജൂൺ 29 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട്. 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ വയനാട്ടിലെ ബാണാസുര മലയുടെ താഴ്വാരത്ത് ഗർത്തം രൂപപ്പെട്ടു. ബാണാസുര മലയുടെ താഴ്വാരത്ത് പുളിഞ്ഞാലിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ നെല്ലിക്കച്ചാലാണ് ഏകദേശം 4 മീറ്ററിലധികം വ്യാസവും അത്ര തന്നെ ആഴമുള്ള കുഴിയും രൂപപ്പെട്ടത്. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ ഇതിന് സമീപത്തെ ആദിവാസി ഉന്നതിയിലെ 26 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. പഞ്ചായത്ത് അധികൃതരും റവന്യൂ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. പ്രദേശത്ത് വിശദമായ പരിശോധന നടത്താനായി ഇന്ന് വിദഗ്ധ സംഘം എത്തും. പുളിഞ്ഞാൽ സ്കൂളിലേക്കാണ് കുടുംബങ്ങളെ മാറ്റിയത്. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ അകപ്പെട്ടതായി സംശയം. ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിൽ നടത്തുന്നു. ഇന്ന് രാവിലെയാണ് സംഭവം. ഇതര സംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന പഴയ ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത്. കൊടകര ടൗണിൽ തന്നെയുള്ള കെട്ടിടമാണ് തകർന്നത്. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് തൊഴിലാളികൾ കുടുങ്ങിയതെന്ന് കരുതുന്നു. 17 പേർ ഇവിടെ താമസിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നു. നിലവിൽ 135 അടിയാണ് അണക്കെട്ടിൽ ജലനിരപ്പ്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ്. ജലനിരപ്പ് 136 അടിയിലെത്തിയാൽ സ്പിൽവേ ഷട്ടർ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ സാധ്യതയുണ്ടെന്ന് തമിഴ്നാട് അറിയിച്ചു. പെരിയാർ തീരത്ത് താമസിക്കുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. 2022 ഓഗസ്റ്റിലാണ് അണക്കെട്ട് അവസാനമായി തുറന്നത്. ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴ കുറവുണ്ടെങ്കിലും ഇടവിട്ട് മഴ തുടരുകയാണ്. സാങ്കേതിക തകരാർ മൂലം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ UK റോയൽ നേവി F-35B യുദ്ധവിമാനം എപ്പോൾ തിരികെ കൊണ്ടുപോകാനാകുമെന്നറിയില്ലെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ സന്ദേശം. UK-യിൽ നിന്നും വിദഗ്ധ സംഘം ഉപകരണങ്ങളും എത്തിയാലുടൻ വിമാനം തിരുവനന്തപുരത്തെ മെയിന്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ ഹാങ്ങറിലേക്ക് മാറ്റിയിടും. ഇന്ത്യയിലെ വിമാനത്താവളത്തിൽ UK-യുടെ 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണി ആദ്യമായാണ്. രാത്രി ഡ്യൂട്ടി സമയത്ത് ഉറങ്ങിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പെരുമ്പാവൂർ സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. SPO ബേസിൽ CPOമാരായ ഷെഫീഖ്, ഷഹന എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ മെയ് 29-നാണ് ആരോപണത്തിനിടയാക്കിയ സംഭവം. UAE-യിൽ സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ ദിവസമായിരുന്നു. ദുബായിലെ മന്ത്രി സദ്ഗുരുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ വിശേഷിപ്പിച്ചത് ആഗോള വീക്ഷണമുള്ള ആത്മീയ നേതാവെന്നാണ്. സദസ്സിലെ മുൻനിരയിൽ VIP-കളായ അറബ് നേതാക്കൾക്കിടയിലിരുന്ന സദ്ഗുരു എഴുന്നേറ്റ് വേദിയിലേക്ക് നടക്കുമ്പോൾ ആഹ്ലാദത്തോടെ കരഘോഷം മുഴങ്ങുന്ന സദസ്സിൽ അധികവും അറബികൾ, പിന്നെ ഇന്ത്യക്കാരും മറ്റു രാജ്യത്തെ പൗരന്മാരും. സദസ്സിൽ ഏറെ നേരം മൗനമായി നിന്ന സദ്ഗുരു ശിവന്റെ മന്ത്രമാണ് ചൊല്ലിയത്. ശിവഭഗവാനെ ആവാഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ശിവമന്ത്രത്തെ സദസ്സ് പൂർണ്ണ മൗനത്തോടെ ഏറ്റുവാങ്ങി. മണ്ണ് സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാനാണ് സദ്ഗുരു എത്തിയത്. ഉത്തർപ്രദേശിലെ കാൺപൂരിലെ ശിവക്ഷേത്രത്തിൽ മുസ്ലിം സ്ത്രീ ആരാധന നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന സഹോദരന്റെ ജീവൻ തിരികെ കിട്ടിയതിന് നന്ദി പറയാനെത്തിയ സ്ത്രീയുടെ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത്. ക്ഷേത്രത്തിനടുത്തുള്ള BMC ആശുപത്രിയിലാണ് ഇവരുടെ സഹോദരനെ പ്രവേശിപ്പിച്ചിരുന്നത്. അതീവ ഗുരുതര നിലയിലായിരുന്ന സമയത്ത് സഹോദരന് വേണ്ടി യുവതി ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചിരുന്നു. തുടർന്നാണ് സഹോദരൻ അപകടനില തരണം ചെയ്ത ശേഷവും പ്രാർത്ഥിക്കാനെത്തിയത്. ബുർഖ അണിഞ്ഞ് ക്ഷേത്രത്തിൽ തൊഴുകുന്നത് കണ്ട പരിസരത്തുള്ളവരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. വിഖ്യാതമായ പുരി രഥയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്കായി പുരി ഒഴുങ്ങിക്കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള നിരവധി ഭക്തർ രഥയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാനെത്തും. രഥയാത്രയ്ക്കായി ഒഡീഷ പോലീസ് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്.
ഗതാഗത നിയന്ത്രണത്തിനും പാർക്കിങ്ങിനുമായി വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അഡീഷണൽ ഡയറക്ടർ ജനറൽ ട്രാഫിക് ദയാൽ ഗംഗ്വാർ പറഞ്ഞു. നിരവധി കേന്ദ്രമന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ഈ രഥയാത്രയ്ക്കായി മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി ക്ഷണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തെലങ്കാനയിലെ രംഗാറെഡ്ഡിയിലെ ശങ്കർപള്ളിയിൽ കൊടങ്കൽ ഗേറ്റിന് സമീപത്തെ ട്രാക്കിലൂടെ ഒരു വെള്ള SUV കാർ 7 കിലോമീറ്ററിലധികം ഓടി. ഉത്തർപ്രദേശ് സ്വദേശിയും IT ജീവനക്കാരിയുമായ വോമിക സോണിയാണ് ഈ അഭ്യാസം ട്രാക്കിലൂടെ നടത്തിയത്. ചീറിപ്പാഞ്ഞെത്തിയ കാർ കണ്ട റെയിൽവേ ജീവനക്കാർ ഒരു നിമിഷം പകച്ചു. തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്തിയില്ല. നിലവിളിച്ചുകൊണ്ട് ജീവനക്കാർ പിറകെ ഓടി. ഒടുവിൽ ട്രാക്കിന് സമീപത്തെ മരത്തിലിടിച്ച് കാർ നിന്നു. മദ്യലഹരിയിലായിരുന്ന യുവതിയെ ജീവനക്കാർ പിടിച്ചുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അമേരിക്ക ചൈനയുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചതായും ഇന്ത്യയുമായി ഒരു വളരെ വലിയ കരാർ ഉടൻ ഉണ്ടാകുമെന്നും സൂചന നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പരിപാടിയിൽ സംസാരിക്കവെയാണ് ട്രംപ് ഈ പരാമർശം നടത്തിയത്. അമേരിക്കയിലെ പല തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ആകാശത്ത് നിന്ന് ഒരു ജ്വലിക്കുന്ന വസ്തു വീഴുന്നതായി വ്യാപക റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് കാലാവസ്ഥാ വിദഗ്ധരും പ്രാദേശിക ഉദ്യോഗസ്ഥരും അന്വേഷണം ആരംഭിച്ചു. പിന്നാലെ വലിയ ഉൽക്ക പൊട്ടി ഒരു തീഗോളം രൂപപ്പെട്ടതിന്റെ ഫലമായാണ് നിഗൂഢമായ ജ്വലിക്കുന്ന വസ്തു ഉണ്ടായതെന്ന് കണ്ടെത്തി. ഇത് അറ്റ്ലാന്റിക്ക് തൊട്ടടുത്ത് തെക്കുള്ള ഒരു വീട്ടിന്റെ മേൽക്കൂരയിലൂടെ ഇടിച്ചു കയറി വീടിന്റെ ലാമിനേറ്റഡ് ഫ്ലോറിംഗ് പൊട്ടി. ഇസ്രായേൽ-ഇറാൻ സംഘർഷം മിഡിൽ ഈസ്റ്റിലും ലോകമെമ്പാടും കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് തന്ത്രപൂർവ്വമാണ് ഇറാനിലെ ഉദ്യോഗസ്ഥർക്കായി കെണിയൊരുക്കിയത്. ഇതിനായി കാതറിൻ പെരസ് ഷക്കദ് എന്ന ഫ്രഞ്ച് സുന്ദരിയാണ് ഇറാനിലെത്തിയത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചപ്പോൾ ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവരുടെ സ്ഥലങ്ങൾ മാറ്റാൻ തുടങ്ങി. അവർ സുരക്ഷിതരാണെന്ന് അവർ കരുതി. എന്നാൽ ഓരോ ആക്രമണവും വളരെ കൃത്യമായിരുന്നു. ആരോ ഭൂപടവും സമയവും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതുപോലെ. ഇത് ഇറാനിയൻ രഹസ്യാന്വേഷണ ഏജൻസികളെ സംശയാലുക്കളാക്കി. അന്വേഷണം ആരംഭിച്ചു. ഇതോടെയാണ് കാതറിന്റെ ഐഡന്റിറ്റി സ്ഥിരീകരിച്ചത്. കാതറിൻ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസി രാജ്യത്തുടനീളം അവരുടെ പോസ്റ്ററുകളും ഫോട്ടോകളും പുറത്തിറക്കിയിട്ടുണ്ട്. വെടിനിർത്തലിന് ശേഷം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേലിനെതിരായ മഹത്തായ വിജയം പ്രഖ്യാപിച്ചു. ശക്തമായ വാക്കുകളുള്ള ഒരു പ്രസ്താവനയിൽ ഇറാനിയൻ ജനതയും സഖ്യസേനയും അദ്ദേഹം അഭിനന്ദിച്ചു. അവരുടെ ചെറുത്തുനിൽപ്പിന്റെ ഫലമായി സയനിസ്റ്റ് ഭരണകൂടം തകർക്കപ്പെട്ടു എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ടെഹ്റാന്റെ ആദ്യത്തെ ഔദ്യോഗിക പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. വ്യാഴാഴ്ച പെന്റഗണിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫിന്റെ ചെയർമാനായ ജനറൽ ഡാൻ കെയ്നും ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണങ്ങളുടെ ആസൂത്രണത്തെയും നിർവഹണത്തെയും കുറിച്ച് വിശദമായി വിവരിച്ചു. ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ പരീക്ഷണ ദൃശ്യങ്ങൾ ജനറൽ കെയ്ൻ പങ്കിട്ടു. ഇതിൽ 12 എണ്ണം ഇറാൻ ആക്രമണങ്ങളിൽ ഉപയോഗിച്ചതാണെന്ന് ഒരു US ഉദ്യോഗസ്ഥൻ CNN-നോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.